In this class, we will discuss about Lagrange's equation and its solution. So, the question: solve p y square z divided by x plus q x z equal to y square. അപ്പോൾ ഈ ഇക്വേഷൻ നോക്കുക, ഇതൊരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് വിച്ച് ഇൻവോൾവ്സ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് പി ആൻഡ് ക്യൂ. അതുപോലെ തന്നെ ഈ ഇക്വേഷന് ഒരു ജനറൽ ഫോം ഉണ്ട്. ഏതാണ് ഇതിൻ്റെ ജനറൽ ഫോം? ജനറൽ ഫോം ഈസ് PP plus QQ is equal to R, where P, capital Q, capital R are functions of X, Y and Z. അല്ലേ? ഈ ഇക്വേഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇവിടെ ഈ ഇക്വേഷനിൽ P ഇൻറ്റു P, ക്യാപിറ്റൽ P ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് വൈ ആൻഡ് Z. Q ഇൻറ്റു Q, Q എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് Z. R അതും എക്സ് വൈ സെഡിൻ്റെ ഫങ്ഷൻ. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഫോം പി പി പ്ലസ് ക്യൂ ക്യൂ ഈസ് ഈക്വൽ ടു ആർ എന്നാണ്. അതായത് ഈ ടൈപ്പ് ഇക്വേഷൻ്റെ പേരാണ് ലഗ്രാഞ്ചസ് ഇക്വേഷൻ. ഓക്കെ, ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധാരണ എഴുതുന്ന സ്റ്റെപ്പ്, ഏറ്റവും ഫസ്റ്റ് നമ്മൾ ഈ ഇക്വേഷനിൽ നിന്നും ക്യാപിറ്റൽ പിയും ക്യാപിറ്റൽ ക്യൂവും ക്യാപിറ്റൽ ആറും ഐഡൻറ്റിഫൈ ചെയ്യുക. പി പി പ്ലസ് ക്യൂ ക്യൂ ഇസ് ഈക്വൽ ടു ആർ. അപ്പോൾ ക്യാപിറ്റൽ പി എന്താണ്? ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, ക്യാപിറ്റൽ പി ഈസ് വൈ സ്ക്വയർ ഇസഡ് ഡിവൈഡഡ് ബൈ എക്സ്. ഇനി ക്യാപിറ്റൽ ക്യൂ എന്താണ്? ക്യൂ ക്യൂ. അപ്പോൾ ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്നത് എക്സ് ഇസഡ്. ഇനി റൈറ്റ് സൈഡിലുള്ള ഇതാണ് ക്യാപിറ്റൽ ആർ. അപ്പോൾ എന്താണ് ആറ്? വൈ സ്ക്വയർ. അപ്പോൾ നമുക്ക് പിയും ക്യൂവും ആറും മനസ്സിലായി. ഇനി ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് റൈറ്റ് ഡൗൺ ദ സബ്സിഡിയറി ഇക്വേഷൻ ഓർ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയും. സബ്സിഡിയറി ഇക്വേഷൻ അല്ലെങ്കിൽ ഓക്സിലറി ഇക്വേഷൻ ഓഫ് എ ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഈസ് ഗിവൺ ബൈ ഡി എക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ പി ഈസ് ഈക്വൽ ടു ഡി വൈ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ക്യൂ ഈസ് ഈക്വൽ ടു ഡി സെഡ് ബൈ ക്യാപിറ്റൽ ആർ. ഇത് നമ്മൾ കാണാൻ പഠിക്കണം. അപ്പോൾ ഇവിടെ ലഗ്രാഞ്ചസ് ഇക്വേഷൻ്റെ ഓക്സിലറി ഇക്വേഷനാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി എക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ പി എന്താണ്? വൈ സ്ക്വയർ ഇസഡ് ഡിവൈഡഡ് ബൈ എക്സ്. ഡി വൈ ഡിവൈഡഡ് ബൈ വാട്ട് ഇസ് ക്യാപിറ്റൽ ക്യൂ? എക്സ് ഇസഡ്. ഡി ഇസഡ് ബൈ വാട്ട് ഇസ് ക്യാപിറ്റൽ ആർ? വൈ സ്ക്വയർ. ഇപ്പോൾ നമുക്ക് മൂന്ന് ടേംസ് കിട്ടി, ഇക്വേറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ. ഇനി ഇതിൽ നിന്നും നമുക്ക് രണ്ട് ഇക്വേഷൻസ് അല്ലെങ്കിൽ രണ്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിതിനെ ഗ്രൂപ്പ് ചെയ്യുകയാണ്. അതായത് ഫസ്റ്റ് രണ്ട് ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. ഡി എക്സ് ഡിവൈഡഡ് ബൈ വൈ സ്ക്വയർ ഇസഡ് ബൈ എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ എക്സ് ഇസഡ് എന്നുള്ള പേരെടുക്കുക. ഈ പേരെടുത്ത് നോക്കിക്കേ. അപ്പോൾ നമുക്ക് ഈ രണ്ട് സൈഡിലും ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് ഇസഡ് ഇൻറ്റു ഡി എക്സ് ഇവിടെ വരും. ഇവിടെ ഒരു ഡിവൈഡഡ് ബൈ എക്സും കൂടെ ഉണ്ട്. ഈ എക്സിനെ നമുക്ക് ഡി വൈ ഇൻറ്റു വൈ സ്ക്വയർ ഇസഡ് എന്നും വരും അല്ലേ, അല്ലെങ്കിൽ വൈ സ്ക്വയർ ഇസഡ് ഇൻറ്റു ഡി വൈ എന്ന് എഴുതാം. ഓക്കെ, നമുക്കിങ്ങനെ എഴുതാം. ഇതിനെ നമുക്ക് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് വൈ സ്ക്വയർ ഇസഡ് ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു ഈ എക്സ് ഇസഡിനെ ലെഫ്റ്റിലേക്കും ഇതിൻ്റെ ഡിനോമിനേറ്റർ റൈറ്റിലേക്കും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. ഓക്കെ, അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാകാൻ എളുപ്പം. ഇനി ഇവിടെ വീണ്ടും നോക്കുക, രണ്ട് സൈഡിലും ഇസഡ് ഉണ്ട്, അത് ക്യാൻസലായി പോകും. പിന്നെ ഈ എക്സിനെ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുവാണ്. അതായത് ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഈ ലെഫ്റ്റിലുള്ള ഡിനോമിനേറ്ററിലെ എക്സിനെയും കൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ടു വൈ സ്ക്വയർ ഡി വൈ എന്ന് വന്നു അല്ലേ. അതായത് ഞാനിപ്പോൾ എന്താ ചെയ്തത്, ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റ് ചെയ്തു. അതായത് ഡി എക്സിൻ്റെ ഒപ്പം എക്സിൻ്റെ മാത്രം ഫംഗ്ഷനും ഡി വൈയുടെ കൂടെ വൈയുടെ മാത്രം ഫംഗ്ഷനും ആവുന്ന രീതിയിൽ ഇതിനെ ഗ്രൂപ്പ് ചെയ്തു. ഇതാണ് മെത്തേഡ് ഓഫ് ഗ്രൂപ്പിംഗ്. അതായത് നമുക്കിതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇൻറ്റഗ്രബിൾ ഫോമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്ത് കമ്പൈൻ ചെയ്ത് ഡി എക്സിൻ്റെ ഒപ്പം എക്സ് വരാൻ പാകത്തിനും ഡി വൈയുടെ ഒപ്പം വൈ വരാൻ പാകത്തിനും അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി. ഇനി നമുക്ക് ഇൻറ്റഗ്രേറ്റ് ബോത്ത് സൈഡ്സ്. ഓക്കെ, ഇൻറ്റഗ്രേറ്റ് ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അതായത് ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ വൈ സ്ക്വയർ ഡി വൈ. നമുക്കറിയാം എക്സ് സ്ക്വയറിൻ്റെ ഇൻറ്റഗ്രൽ എന്നാ?
നിങ്ങൾക്കറിയാം എക്സ് റേസ് ടു എന്നിൻ്റെ ഇൻ്റഗ്രൽ ഈസ് എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 ആണ്. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു 2 + 1 എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ 3. റൈറ്റ് സൈഡിൽ വൈ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 പ്ലസ് അതിൻ്റെ കൂടെ നമുക്കൊരു കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞ് നമുക്കതിനെ ഒരു എ എന്ന് എഴുതാം. ഓക്കെ, വേണമെങ്കിൽ എനിക്കിനെ ഒന്നും കൂടെ എക്സ് ക്യൂബ് ബൈ 3 മൈനസ് വൈ ക്യൂബ് ബൈ 3 ഈസ് ഈക്വൽ ടു എ എന്ന് എഴുതാം. കുറച്ചും കൂടി നമുക്കൊരു നല്ലൊരു രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ട് എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് ഈസ് ഈക്വൽ ടു 3a എന്ന് എഴുതി, അല്ലെങ്കിൽ എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് C1. 3a എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് C1 ആണല്ലോ. ഇങ്ങനെ എഴുതുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ നിർത്തിയാലും കുഴപ്പമില്ല. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പും കൂടെ എഴുതിയാൽ നമുക്കിപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടി. ആ ഇക്വേഷൻ്റെ പ്രത്യേകത എന്താ? അതായത് ദാറ്റ് ഇക്വേഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ, അതായത് എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് C1 അല്ലേ. അതായത് യു എക്സ് വൈ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സൊല്യൂഷനാണ്. ആ സൊല്യൂഷൻ എന്താണ്? എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ്. ഇപ്പം നമുക്ക് ഒരു സൊല്യൂഷൻ കിട്ടി. ഇനി ഇതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് 2 പെയേഴ്സ് തമ്മിൽ എടുത്തിട്ടാണ് ഇപ്പോൾ സോൾവ് ചെയ്തത്. അതുപോലെ തന്നെ നമുക്കിനി അടുത്ത 2 പെയർ ഒരു പെയറും കൂടെ കൺസിഡർ ചെയ്ത് ഇതുപോലെ സോൾവ് ചെയ്യണം, ഗ്രൂപ്പ് ചെയ്ത്. ഇത് രണ്ടും കൂടെ ഗ്രൂപ്പ് ചെയ്താൽ നമുക്കറിയാം ഇവിടെ വൈ ഡി വൈ, ഇവിടെ ഡി ഇസഡ്, ഇവിടെ ഒരു എക്സ്ട്രാ എക്സ് കിടപ്പുണ്ട്. അപ്പോൾ അത് എടുത്താൽ നമുക്ക് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റിലത്തെ ടേമും ലാസ്റ്റ് ടേമും കൂടെ കൺസിഡർ ചെയ്ത് നോക്കാം. അതായത് ലെറ്റ് us now consider dx by ഫസ്റ്റ് ടേം എന്തായിരുന്നു? y² z by x ഈക്വൽ ടു, അടുത്ത 2 ടേംസ് ഒരുമിച്ച് എടുത്തു, പെയർ ചെയ്തു. d ഈസ് ഈക്വൽ ടു dz by y². ഓക്കെ, അപ്പോൾ നമ്മൾ അത് രണ്ടും പെയർ ചെയ്ത് മുകളിൽ ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിക്കുക. അതായത് dx y² ഇങ്ങോട്ട് കൊണ്ടുവരിക. ഈ സിംപ്ലിഫിക്കേഷൻ നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യാൻ എളുപ്പം എന്നുള്ള രീതിയിൽ ചെയ്യുക കേട്ടോ. dz, അപ്പോൾ ഇവിടെ y² ക്യാൻസലായിപ്പോയി. എക്സിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു ഇസഡ് dz. ഇപ്പോൾ ഇത് ഇൻ്റഗ്രബിൾ ഫോമിലായി. എക്സിൻ്റെ ഒപ്പം എക്സും ഇസഡിൻ്റെ കൂടെ ഇസഡും മാത്രം. ഇനി ബോത്ത് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇസഡ് ഡി ഇസഡ്. എന്താണ് എക്സിൻ്റെ ഇൻ്റഗ്രൽ? എക്സ് റേസ് ടു 2 ഡിവൈഡ് ബൈ 2. ഇസഡ് ഡി ഇസഡിൻ്റെ ഇൻ്റഗ്രൽ z² ഡിവൈഡ് ബൈ 2 പ്ലസ് ഒരു കോൺസ്റ്റൻറ്റും കൂടെ കൊടുക്കുക. അതിന് b എന്ന് വിചാരിച്ചു. ഇവിടെ ഞാൻ മുമ്പത്തെ പോലെ തന്നെ ഫംഗ്ഷനെ ഒരു സൈഡിലേക്കും കോൺസ്റ്റൻറ്റിനെ ഒരു സൈഡിലുമായിട്ടും എഴുതി. അപ്പോൾ ഇത്രയും എഴുതിയാലും മതി. വേണമെങ്കിൽ തന്നെ കുറച്ചും കൂടെ പ്രോപ്പറായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് LCM 2 ആണല്ലോ. ആ 2നെ 2 x² മൈനസ് z² ഡിവൈഡ് ബൈ 2 എന്ന് വരും, ഈക്വൽ ടു b എന്ന് വരും. ആ 2നെ ഞാൻ റൈറ്റിലേക്ക് എടുത്ത് എഴുതുവാണ്, ഒരു സ്റ്റെപ്പിൽ തന്നെ എഴുതുവാണ്. ഇസ് ഈക്വൽ ടു 2 × b എന്ന് എഴുതി. ഈ 2bനെ വേണമെങ്കിൽ ഞാൻ C2 എന്ന് വിളിക്കുകയാണ്. അപ്പോൾ x² മൈനസ് z² ഇസ് ഈക്വൽ ടു C2. അപ്പോൾ ആ ഇക്വേഷൻ, അപ്പോൾ മുമ്പേ ഇവിടെ x² മൈനസ് y² ഇസ് ഈക്വൽ ടു C1, x³ മൈനസ് y³ ഇസ് ഈക്വൽ ടു C1 എന്ന് കിട്ടിയ പോലെ തന്നെ ഇവിടെ മറ്റൊരു ഇക്വേഷൻ കിട്ടി, x² മൈനസ് z² ഇസ് ഈക്വൽ ടു C2 എന്ന്. അതായത് ഈ ഇക്വേഷനെ ഞാൻ ഈ ഫംഗ്ഷൻ ഞാൻ v ഓഫ് എക്സ് വൈ ഇസഡ്, എക്സ് വൈ ഇസഡ് എന്ന് വരാം കേട്ടോ. എക്സ് വൈ മാത്രമല്ല, എക്സും വൈയും ഇസഡും ഏത് വേണമെങ്കിലും വരാം. എക്സ് മാത്രമോ വൈ മാത്രമോ അല്ലെങ്കിൽ അതിലേതെങ്കിലുമൊക്കെ ടേംസ് വരുന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കും ലെഫ്റ്റിൽ കിട്ടുക, ഈക്വൽ ടു C2. അതായത് നമുക്ക് v എന്താണ് ഇവിടെ കിട്ടുന്നത്? v എക്സ് വൈ ഇസഡ് ഇസ് ഈക്വൽ ടു x² മൈനസ് z². ഇതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന രണ്ടാമത്തെ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ ഇക്വേഷൻ 1-ലൊരു സൊല്യൂഷൻ കിട്ടി, ഇക്വേഷൻ 2-ലൊരു സൊല്യൂഷൻ കിട്ടി. ഇനി നമ്മൾ സൊല്യൂഷൻ എഴുതുന്ന രീതിയാണ്. ഫൈനൽ സൊല്യൂഷൻ, തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ ഫൈനൽ സൊല്യൂഷൻ എഴുതേണ്ടത് u ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് v എന്നെഴുതാം, അല്ലെങ്കിൽ v ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് u എന്നെഴുതാം, അതുമല്ലെങ്കിൽ ഫൈ ഓഫ് uv ഈക്വൽ ടു 0 എന്നെഴുതാം. ഈ 3 രീതിയിൽ നമുക്കിതിൻ്റെ സൊല്യൂഷൻ എഴുതാം. നമുക്ക് യുവും വിയും ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അത് നമ്മളിങ്ങനെ ഫംഗ്ഷനായിട്ട് എഴുതുമ്പോൾ, ആർബിട്രറി ഫംഗ്ഷനായിട്ട് എഴുതുമ്പോഴാണ് തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് എഴുതാം ഫൈ ഓഫ്, ഞാൻ മൂന്നാമത്തെ രീതിയിൽ എഴുതാം. യു എന്താണ്? യു നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് യു എക്സ് വൈ അല്ലെങ്കിൽ യു എക്സ് വൈ സെഡ് ഈസ് x³ മൈനസ് y³. ഫൈ ഓഫ് x³ മൈനസ് y³ കോമ വി എന്താണ്?
വി ഓഫ് എക്സ് വൈ സെഡ് അല്ലെ വി എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് ഇസഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഇപ്പം നമ്മൾ എഴുതിയിരിക്കുന്നതാണ് തന്നിരിക്കുന്ന ലഗ്രാഞ്ചസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ. ജസ്റ്റ് ഒന്നും കൂടെ കൺക്ലൂഡ് ചെയ്ത് പറയാം നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്സ്. ആദ്യം നമ്മൾ ഇക്വേഷനിൽ നിന്ന് ക്യാപിറ്റൽ പിയും ക്യൂവും ആറും എടുത്ത് എഴുതി. അതിനുശേഷം ഇക്വേഷൻ്റെ സബ്സിഡിയറി ഇക്വേഷൻ എഴുതി. അതിനുശേഷം ഈ ഇക്വേഷനിൽ പിയും ക്യൂ ആറും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിനുശേഷം ഈ 3 ടേംസിൽ നിന്നും ഈ 2 പെയർ വെച്ച് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. പറ്റുമെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഫസ്റ്റ് 2 ടേമിനെയും ഗ്രൂപ്പ് ചെയ്ത് എഴുതി. പ്രോപ്പറായിട്ട് കമ്പൈൻ ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിട്ട് വേരിയബിളിനെ സെപ്പറേറ്റ് ചെയ്തു. ഡി എക്സിൻ്റെ കൂടെ എക്സും ഡി വൈയുടെ കൂടെ വൈയും വരുന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. 2 സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു സൊല്യൂഷൻ കിട്ടും. ആ സൊല്യൂഷനെ പ്രോപ്പറായിട്ട് എഴുതിയിട്ട് അതിനെ യു എന്ന് പേര് കൊടുക്കുക. യു എക്സ് വൈ അല്ലെങ്കിൽ യു എന്ന് പേര് കൊടുക്കുക. അതാണ് ഒരു സൊല്യൂഷൻ. ഇനി അടുത്ത സൊല്യൂഷൻ കിട്ടാൻ വേണ്ടി വീണ്ടും ഈ 3 ടേമിനകത്തുനിന്നും 2 എണ്ണം നമ്മൾ ചൂസ് ചെയ്യുന്നു. ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പാകത്തിന് ചൂസ് ചെയ്യുക. ഇത് രണ്ടും കൂടെ ചൂസ് ചെയ്യാത്ത ഇവിടെ എക്സ് മാത്രം വരുന്നുണ്ട്. ഇസഡും വൈ സ്ക്വയറും മാത്രമേ ഇവിടെ നമുക്ക് ഡിഫറൻഷ്യലായിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആദ്യത്തേതും മൂന്നാമത്തേതും കൂടെ സെലക്ട് ചെയ്ത് നോക്കുക. ഫസ്റ്റും തേർഡും സെലക്ട് ചെയ്തു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് പ്രോപ്പറായിട്ട് ക്യാൻസൽ ചെയ്തപ്പോൾ ഇൻ്റഗ്രബിൾ ഫോമിലേക്ക് വന്നു. നമ്മൾ 2 സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പ്രോപ്പറായിട്ട് അതിനെ വി എന്ന പേര് കൊടുത്ത് ആ ഫംഗ്ഷൻ എഴുതി. വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അതായത് നമുക്ക് കിട്ടുന്നത് യു ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്, വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്, അനദർ കോൺസ്റ്റൻറ്റ്, ദെർഫോർ ഫൈ ഓഫ് യു വി ഈസ് ഈക്വൽ ടു 0 ഈസ് ദ സൊല്യൂഷൻ എന്നാണ്. ഓക്കെ, ഈ യുവും വിയും എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും ഫങ്ഷൻസ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. സോ ദാറ്റ് ഈസ് ഹൗ വി റൈറ്റ് ദ സൊല്യൂഷൻ ഓഫ് ലഗ്രാഞ്ചസ് ഇക്വേഷൻ.